മാത്യു കുഴൽനാടൻ വന്ന് പറയുകയാണ് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവിനെ കോൺഗ്രസ്സാണ് തീരുമാനിക്കുക. ഫൈൻ, അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് സ്വന്തം നിലയ്ക്ക് തന്നെ നടത്തുമോ? മാത്യു കുഴൽനാടൻ സ്വന്തം നിലയ്ക്ക് ഞാനങ്ങ് ജയിപ്പിച്ചു തരാം എന്ന നിലപാട് സ്വീകരിക്കും. മുസ്ലിം ലീഗ് ഇതിൽ വളരെ പരസ്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടില്ല കേട്ടോ. മുസ്ലിം ലീഗ് സാദിഖലി തങ്ങൾ ആദ്യമായിട്ട് പറയുന്നത് ഈ എക്സിറ്റ് പോള് അതിൽ ഇവരുടെ ഇത് വന്നല്ലോ, റാങ്കിങ്, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം കമൻറ്റ് ചെയ്യണം, ജനവികാരം ആർക്കാണ്, അവരാണല്ലോ മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറയുകയാണ്. പക്ഷേ ഹൈക്കമാൻഡ് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായിട്ട് വി ഡി സതീശനാണ് വേണ്ടതെന്ന് അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നോക്കൂ, കെ സി വേണുഗോപാൽ വേണ്ട എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിനാണല്ലോ, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ആണ് അഭിമുഖീകരിക്കുക? അല്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പ് വന്നത് കോൺഗ്രസിന് മാത്രം ജോലിയാണോ? അത് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും എല്ലാവരുടെയും ജോലിയല്ലേ? ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ അതിനെ ജയിക്കുക എന്നുള്ള ആരുടെ ഉത്തരവാദിത്തമാണ്? ഇവരുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ പണിക്ക് ഞങ്ങളെ കൊണ്ട് വയ്യ എന്ന് ഇവർക്ക് പറയാൻ അവകാശമില്ലേ? അപ്പം മാത്യു കുഴൽനാടൻ വന്ന് പറയുകയാണ് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവിനെ കോൺഗ്രസ്സാണ് തീരുമാനിക്കുക. ഫൈൻ, അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് സ്വന്തം നിലയ്ക്ക് തന്നെ നടത്തുമോ? മാത്യു കുഴൽനാടൻ സ്വന്തം നിലയ്ക്ക് ഞാനങ്ങ് ജയിപ്പിച്ചു തരാം എന്ന നിലപാട് സ്വീകരിക്കും. നമ്മുടെ പെരുന്നയിലെ ഇദ്ദേഹം പറയുന്നു, സുകുമാരൻ നായർ, മുസ്ലിം ലീഗ് എന്തിനാണ് അഭിപ്രായം പറയുന്നത്? വളരെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യു ഡി എഫിലൊരു ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷി അഭിപ്രായം പറയാൻ പാടില്ല എന്ന അഭിപ്രായം പറയുന്ന ആരാണ്? ഒരു സമുദായം. യു ഡി എഫിന് തന്നെ ഇല്ലാത്ത, ഒരു രാഷ്ട്രീയക്കാരൻ പോലും അല്ലാത്ത സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും വന്നിട്ടാണ് യു ഡി എഫിലെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അഭിപ്രായം പറയുന്നതെന്ന് പറയുന്നത്. ഇത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വിഷയം ഇതാണ്. ഓക്കെ, മുസ്ലിം ലീഗ് അഭിപ്രായം പറയണ്ട, അല്ലെ കേരള കോൺഗ്രസ് അഭിപ്രായം പറയണ്ട എന്നാണെങ്കിൽ കോൺഗ്രസ് തീരുമാനിക്കണം എന്ത്? ബൈ ഇലക്ഷൻ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, യു ഡി എഫ് ഒന്നും വേണ്ട, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ആ ഒരു ആത്മവിശ്വാസം കെ സി വേണുഗോപാലിനോ മാത്യു കുഴൽനാടനോ ഒക്കെ ഉണ്ടോ? അതാണ് ആദ്യം ഇതാക്കേണ്ട കാര്യം.